ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ തിരുക്കുറൽ ആ മഹത്തായ സത്യത്തെയാണ് തേടുന്നത്. അതിലൂടെ ഒത്തിരി അറിവുകൾ നമ്മൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു. അതിലേറ്റവും പ്രാധാന്യമുള്ള 25 അധ്യായങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. തമിഴ് വേദം, ദിവ്യഗ്രന്ഥം എന്ന് അറിയപ്പെടുന്ന തിരുക്കുറലിന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 133 അധ്യായങ്ങളാണ്. ഓരോ അധ്യായങ്ങളിലും 10 കുറളുകൾ, 10 ഇരടികൾ വീതം 1330 ഇരടികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ 26ാമത്തെ അധ്യായത്തിലേക്കാണ് വരുന്നത്. 26 അധ്യായത്തിൽ 25 അധ്യായങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദൈവസ്തുതി, ആകാശമഹിമ, സന്യാസം, ധർമ്മം, ഗൃഹസ്ഥം, ജീവിത സഖി, സന്താനങ്ങൾ, ദയ, ആദിത്യം, മധുരവാണി, നന്ദി, നീതി, അടക്കം, സൽസ്വഭാവം, വ്യഭിചാരം, ക്ഷമ, അസൂയ, അത്യാഗ്രഹം, പരദൂഷണം, വായാടിത്തം, ഉപകാരബോധം, പാപ കർമ്മഭയം, ദാനം, കീർത്തി, കാരുണ്യം. ഇന്നത്തെ അധ്യായത്തില് മാംസവർജനം എന്ന് പറയുന്ന ഒരു വിഷയമാണ് തിരുക്കുറലിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരെയും തിരുക്കുറലിലെ ഈ അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ 251 കുറൽ ജോർജ് സാറ് നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. തിരുക്കുറൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ശുഭ സായാഹ്നം. അധികാരം 26 സന്യാസാശ്രമ വിഭാഗത്തിലാണ് അത് പെടുക. മാംസവർജനം, മലയാളത്തിൽ പറയും ഷണ്ണിങ് മീറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. പുലാൽ മറുത്തൽ എന്ന് തമിഴിലും പറയുന്നു. മാംസത്തോട് നോ എന്ന് പറയുന്നു. മാംസം ചുട്ടുകളയുക എന്ന് പറയുന്ന രീതിയിലും ഇത് പല വിവർത്തകന്മാര് ആ രീതിയിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ അധ്യായത്തെ പൊതുവായി എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ തിരുവള്ളുവർ ആണ് ഇതിന്റെ കൃതിയുടെ കർത്താവെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കുന്നു. അഥവാ ഇതിന്റെ കർത്താവ്, കവി, സസ്യാഹാരത്തിന്റെ ഒരു വലിയ വക്താവാണെന്ന് തോന്നുകയാണ് ഈ 10 കുറലുകളും വായിച്ചു കേൾക്കുമ്പോൾ. മാംസം ഭക്ഷിച്ചതിന് മറ്റൊരാളെ കൊല്ലുക എന്നുള്ള ഒരാശയമായിട്ടാണ് അദ്ദേഹം അതിനെ വിവക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മാംസ ഭക്ഷിക്കലിനെ വെറുക്കുന്നത്. ഈ ഉപദേശം ഗൃഹസ്ഥരുടെ ധർമ്മത്തിൽ ഉൾപ്പെടുന്നില്ല. മറിച്ച് സന്യാസിമാരുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗം അതിന്റെ ഉപദേശത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാംസം ഭക്ഷിക്കാത്ത പല വിഭാഗങ്ങൾ ആളുകളുണ്ട്. ഭാരതം പൊതുവെയും സസ്യാഹാരികളുടേതാണ് എന്നൊക്കെ പറയപ്പെടുന്നു. പൊതുവായി ഈ 10 കുറലിനെയും വിവക്ഷിക്കുമ്പോൾ വേദപുസ്തകവുമായി ബന്ധിപ്പിച്ച പല കുറലുകളെയും ഞാൻ നേരത്തെ പറയുമായിരുന്നു. എന്നാൽ ഈ ആശയം വേദപുസ്തകം ഈ രീതിയിൽ പറയുന്നില്ല.
ജീവജാലങ്ങളെയും മറ്റുമൊക്കെ വേണമെങ്കിൽ മനുഷ്യന് ഭക്ഷിക്കാനായിട്ട് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ഒരു സങ്കല്പം. മറ്റൊന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് ഈ കഴിക്കുന്നതുമായി അതിന് വലിയ ബന്ധമില്ല എന്നാണ് ഒരു ഭാഗത്ത് പറയുക. എന്നാൽ ഇവിടെ തിരുവള്ളുവർ പറയുന്ന ഈ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു ആശയത്തോട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം മാംസം ഭക്ഷിക്കുന്നതെന്ന് പറയുന്നത് എന്ന് ഉള്ള ചിന്തയിൽ വരുമ്പോൾ വേദപുസ്തകം ഈ കൊല്ലയെ മാത്രമല്ല, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ പോലും കൊലപാതകിയാണ് എന്ന് പഠിപ്പിക്കുന്ന ധാർമ്മികതയാണ് ബൈബിളിൻ്റെത്. വിഡി എന്ന് വിളിച്ചാൽ അത് കൊലപാതകത്തിന് തുല്യമാണ്. അപ്പോൾ കൊലയെ ഒരു കാരണവശാലും ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതോടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ആശയം നമുക്ക് പഠിക്കാം. 251 ഖുറൽ. തന്നുൻ പെരിക്കക്കുത്ത് താൻ പിരി തൂനൂൻ പാ നെങ്ങണ മാളു മറുൾ. അതിന്റെ മലയാള ശ്ലോകം: തന്മൈ തടിപ്പിക്കാൻ മറുമൈ ഉണ്ണുന്നോൻ എമ്മട്ടരുളുന്നോനാകും. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ, സ്വന്തം ശരീരം വളരാൻ വേണ്ടി മറ്റൊരു ശരീരത്തിൽ നിന്ന് മാംസം കഴിച്ചാൽ ഒരാൾക്ക് എങ്ങനെ ദയ ലഭിക്കും എന്നാണ് കവി ചോദിക്കുന്നത്. ആ പൊരുള് വെച്ച് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവനെ ഭക്ഷിച്ചല്ല, മറ്റുള്ളവനെ ഒരു വിധത്തിലും ദ്രോഹിച്ചുകൊണ്ടല്ല നമ്മൾ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ വെൽത്തിനെയോ വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ള ആശയം നമുക്കേറെ സ്വീകാര്യമാണ്. ഓവർ. സാറേ, ഇപ്പം വേറിട്ടായിപ്പോയി, ഇപ്പൊ വന്നേ ഉള്ളൂ. ഹലോ അടുത്തത് മുതൽ പറഞ്ഞോളൂ സാർ. ഇപ്പൊ ടീച്ചർ. താങ്ക് യു സാർ. 252 പറഞ്ഞോളൂ സാർ. ഇംഗ്ലീഷ് പറയുവാണ്. ഇംഗ്ലീഷ്. George Uglow Pope or G.U. Pope was an Anglican Christian missionary and Tamil scholar who spent 40 years in Tamil Nadu and translated many Tamil texts into English. He published Tirukural English translation and commentary in 1886. Today, chapter 26, abstinence from flesh or spurning meat. Spurning meat means to refuse to eat meat. There are many reasons why someone might spurn meat: practical, religious, respect for cattle, avoiding harm, etc. Bhagavad Gita doesn't explicitly prohibit eating meat, but it promotes values of compassion and non-violence towards all living beings. Gita says, the food of the wise is that which is consumed by the sadhus. It doesn't consist of meat. Lord Krishna taught Arjuna in Gita that meat is tamasic and should not be eaten. As a religious tradition, Brahmins don't eat meat. Fish and meat were perceived as particularly impure, soiled by the act of slaughter. A long passage in the Langavadara Sutra shows Buddha speaking out very forcefully against meat consumption, unequivocally in favor of vegetarianism. Allah has given us permission to eat meat of slaughtered animals, but He has not
made it obligatory upon us. Assalamu alaikum wa rahmatullahi wa barakatuhu. The 10th Guru, Govind Singh, prohibited the Sikhs from the consumption of kutta, any ritually slaughtered meat, because of the Sikh belief. Guru Nanak then talks about the duality of these people who commit countless sins and then make a public show of their great piety by saying that they don't eat meat because it is a sin. Another contradiction. Neither the church nor the Bible says that eating meat is a sin. In my opinion, from top to bottom, people are focused on expanding the religion. For example, Christ focused on expanding the exhorted a person to become Christ-like, that is, to emit light and weightless. By being weightless, I mean not to carry the weight of their sins they carry secretly within. That is lust, anger, greed, attachment, and ego. The Lord is pleased with those who have honest hearts. What we do, we confess our sins and commit the same sins again. These things make us think over and over again. Verse 251. How can the bond of kindly grace to him be known who other creatures' flesh consumes to feed his own? How can he be possessed of kindness who, to increase his own flesh, eats the flesh of other creatures? How can someone possess kindness if one eats meat from another body to grow one's own body? How one becomes merciful while he eats another creature's flesh to nourish own body? Thank you, sir. തൻ ഊൻ പെരുക്കർക്ക് താൻ പെരുതൂൺ ഉൺപാൻ എങ്ങനം ആൾ അരുൾ. 252. ഞാൻ പറഞ്ഞോട്ടെ സാർ. പറയും. അല്ല സാറ് അടുത്തില്ല. 252, 54, 56, 58 അതെ സാർ, അത് മലയാളം തമിഴ് പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? മോഹൻദാസ് സാർ പറയും. നമസ്കാരം. ആദ്യം എല്ലാവരോടും ക്ഷമാപണം ചോദിക്കുകയാണ്. ഞാൻ മൊബൈലും എടുത്തില്ല. അടുത്തൊരു ഗസ്റ്റ് ഒന്ന് അമ്പലത്തിലായിരുന്നു, അവിടെ ഒന്ന് പോയതാണ്. ഇപ്പൊ വൈകിപ്പോയി. ഒരിക്കൽ കൂടി ക്ഷമാപണം ചോദിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. 252. பொருள் ஆட்சி போற்றாதற்கில்லை அருள் ஆட்சி ஆங்கில்லை ஊன் தின்பவர்க்கு. പൊരുളാட்சி സമ്പത്ത് കൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങൾ അതിന് ഭദ്രമായി പോറ്റാവർക്കില്ലേ, കാത്തു സൂക്ഷിക്കത്തവർക്ക് ഉണ്ടാവുന്നില്ല. അതുപോലെ ഊൺ തിൻപവർക്ക്, അന്യജീവികളുടെ മാംസം ഭക്ഷിക്കുന്നവർക്ക് അപരലോകത്ത് ഗുണം നൽകുവാൻ നിശ്ചയിക്കപ്പെട്ട കരുതൽ ധനമായ അരുൾ ഇല്ലേ, കാരുണ്യവും ഇല്ല. അതായത് ഒരു സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എങ്കിൽ മാത്രമേ അതിന്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ മറ്റ് അന്യജീവികളുടെ മാംസം ഭക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാമായിരുന്ന ആ കാരുണ്യം പോലും അമരലോകത്ത് അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ലഭിക്കാൻ സാധ്യത ഇല്ല എന്ന് കവി പറയുന്നു. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. കുറൽ 252. പൊരുളിന്റെ സൗഭാഗ്യം പോറ്റാത്തവർക്കല്ല അരുളില്ല മാംസ മുൻപോർക്കും. പൊരുളിന്റെ സൗഭാഗ്യം പോറ്റാത്തവർക്കല്ല അരുളില്ല മാംസ മുൻപോർക്കും. പൊരുളായ സമ്പത്ത് കൊണ്ട് ഉണ്ടാവേണ്ട നന്മകൾ അനുഭവിക്കണമെങ്കിൽ ആ സമ്പത്ത് നശിക്കാതെ കാക്കണം. അതുപോലെയാണ് കാരുണ്യത്തിന്റെ കാര്യവും.
അന്യജീവികളുടെ ശരീരം തന്റെ ശരീരം വളർത്തുവാൻ വേണ്ടി ആഹാരമാക്കുന്നവർക്ക് ആ കാരുണ്യത്തിന്റെ ദയവിന്റെ ഫലം അനുഭവയോഗ്യമാകുന്നില്ല. സ്വർഗസുഖം നൽകുന്ന ദയാലു എന്ന വിശിഷ്ട സ്ഥാനം മാംസാഹാരം കഴിക്കുന്നതിലൂടെ അവർ കളഞ്ഞു കുളിക്കുന്നു. മറ്റ് ജീവികളോട് ക്രൂരത അരുത്. അവയ്ക്കും ഭൂമിയിൽ നമ്മെപ്പോലെ ജീവിക്കാൻ അവകാശമുണ്ട്. മാംസത്തെ തിന്നരുത്. ഇതും മാംസം, അതും മാംസം. മാംസം നിലനിൽപ്പിനുള്ള നല്ലൊരാഹാരമാണ്. എന്നാൽ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ ചുറ്റിലുമുള്ളപ്പോൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ മിക്കവാറും കൊല്ലാൻ നിർത്തിയിരിക്കുന്ന മൃഗങ്ങൾക്കറിയാം അതിന്റെ സറൗണ്ടിങ്സ് വെച്ചുകൊണ്ട് തന്നെ കൊല്ലുമെന്നുള്ള കാര്യം. അതൊരു ഇമോഷണൽ സ്റ്റേജ് ആണ്. അപകടം മുന്നിൽ കാണുന്ന മൃഗത്തില് നെഗറ്റിവിറ്റി ഉണ്ടാകുകയും അതിലൂടെ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ്, അസിഡിറ്റി തുടങ്ങിയവ അതിന്റെ മാംസത്തിലും കടന്നുകൂടുന്നു. ഇത് ഒരു മാംസാഹാരിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ ഒരു വൾക്കാനോ രൂപപ്പെടുത്തുന്നതിന് തന്നെ കാരണമാകുന്നു. അതുമൂലം അവനിൽ അകാരണമായ ദേഷ്യം, കോപം തുടങ്ങിയ സ്വഭാവങ്ങൾ മുന്തി നിൽക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിശയമായി തോന്നുന്ന വേറൊരു കാര്യം, മനുഷ്യൻ മൃഗങ്ങളെ വളരെയധികം താലോലിക്കുന്നു, ഒപ്പം മറ്റു ജീവികളെ കൊന്നു തിന്നുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അഹിംസ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടിയെത്തുന്ന ഒരു മുഖമുണ്ടല്ലോ നമ്മുടെ ഗാന്ധിജിയുടേത്. അദ്ദേഹം ഒരു ഹിംസാവാദി ആയിരുന്നെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മുടെ ചരിത്രം തന്നെ വേറെയൊന്നായനെ. 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവം, ആ കർഷകർ പോലീസ് സ്റ്റേഷൻ കത്തിച്ചപ്പോൾ ഗാന്ധിജി തന്റെ നിസ്സഹരണ പ്രസ്ഥാനം നിർത്തലാക്കിയാണുണ്ടായത്. ഗാന്ധിജി അവർക്ക് സപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ ഇന്ത്യ ഒരു കലാപ ഭൂമിയായി മാറുമായിരുന്നു. ആയുധമില്ലാതെ ഭാരതത്തിന് പാരതന്ത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മഹാനുഭാവനെ നമിച്ചുകൊണ്ട് നിർത്തുന്നു. ഉലഹന്നൻ സർ. ഓവർ. സർ അൺമ്യൂട്ട് ചെയ്യും. കുരൽ 252. പൊരുളാഴ്ചി പോറ്റതാർക്കുമില്ലേ, അരുളാഴ്ചി ആങ്കില്ലേ ഉൻ തിൻപവർക്കും. The spendthrift does not know greatness of wealth. The meat eater never knows greatness of compassion. No use of wealth they have who guard not their estates. No use of grace have they with the flesh who eat. പൊരുളാഴ്ചി ഒറ്റതാർക്ക് ഇല്ലേ, അരുളാഴ്ചി ആങ്കില്ലേ ഊൻ തിൻപവർക്ക്. 283. படை கொண்டார் நெஞ்சம் போல் நன் தூக்காது பொன்றன் உடல் சுவை ഉണ്ടാർ മനം. പടை കൊണ്ടാർ ആദ്യത്തെ വാക്ക്. കയ്യിൽ കൊലക്കത്തിയുമായി ശത്രുവിനെ വെട്ടി വീഴ്ത്തുവാൻ തയ്യാറെടുക്കുന്നവന്റെ നെഞ്ചം പോൽ, നെഞ്ചിലെ ക്രൂരത കൊലയെ മാത്രം ലക്ഷ്യമാക്കുന്നത് പോലെ. അടുത്ത അവസാനത്തെ വാക്ക് ഒൻരൻ. ഒൻരൻ മറ്റൊരു ജീവിയുടെ. രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് ഉടൽ സുവൈ, ശരീരത്തിന്റെ രുചി ആസ്വദിച്ച് ഉണ്ടാർ ഉണ്ണുന്നവന്റെ മനം ഉള്ളവും ആ വിധത്തിൽ തന്നെ. എന്നിട്ട് ആദ്യ വരിയിലെ മൂന്നാമത്തെ വാക്ക് നൻറാകാതെ, നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ അരുണിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. കയ്യിൽ കൊലകത്തിയുമായി ശത്രുവിനെ വെട്ടി വീഴ്ത്തുവാൻ തയ്യാറെടുക്കുന്നവന്റെ നെഞ്ചിലെ ക്രൂരത കൊലയെ മാത്രം ലക്ഷ്യമാക്കുന്നത് പോലെ മറ്റൊരു ജീവിയുടെ ശരീരത്തിന്റെ രുചി ആസ്വദിച്ച് ഉണ്ണുന്നവന്റെ ഉള്ളവും ആ വിധത്തിൽ തന്നെ നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല.
എല്ലാവർക്കും നമസ്കാരം. ഖുർആൻ 253. കൊലയാളിതൻ നെഞ്ചുപോൽ കൃപണം മറ്റൊരുടൽ രുചിച്ചുൺമോന്റെ ചിത്തം. കൊലയാളിതൻ നെഞ്ചുപോൽ കൃപണം മറ്റൊരുടൽ രുചിച്ചുൺമോന്റെ ചിത്തം. ഒരു മാംസപ്പുക്കിന്റെ വിശപ്പ് കൊലയാളിയുടെ വിശപ്പാണ്. കൊലക്കളത്തിൽ ആയുധമേന്തി നിൽക്കുന്നവന് ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, കൊല്ലുക. അവന്റെ ഹൃദയം കൃപണമാണ്. അവിടെ കാരുണ്യത്തിന്റെ കണിക പോലുമില്ല. തന്നെ പോലെ തന്നെയുള്ള അന്യജീവികളുടെ മാംസം ആസ്വദിച്ചു ഭക്ഷിക്കുന്നവന്റെ മനസ്സും അത്ര തന്നെ ക്രൂരമാണ്. അവിടെ കാരുണ്യത്തിന്റെ നനവ് പോലുമില്ല എന്ന് തിരുക്കുറൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഫലത്തിൽ ദുഷ്ടനായ കൊലയാളിക്കും മാംസപ്പുക്കിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് ഈ 253 ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാംസാഹാരം കഴിച്ചില്ലെങ്കിൽ മരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, വൈദ്യോപദേശം ലഭിച്ചാൽ പോലും മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതാണ് എൻ്റെ സസ്യാഹാരത്തിന്റെ അടിസ്ഥാനം. ആധുനിക കാലഘട്ടത്തിലെ അഹിംസയുടെ ഏറ്റവും പ്രധാന വക്താക്കളിൽ ഒരാളായ ഗാന്ധിജി ഇപ്രകാരം പറയുന്നു: മൃഗങ്ങളുടെയും സകല പ്രാണികളുടെയും ജീവനോടുള്ള കാരുണ്യം, ബഹുമാനം തുടങ്ങിയവ അഹിംസയുടെ കാതലായ ആശയമായി കണക്കാക്കപ്പെടുന്നു. 800 BCയിൽ രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ചാന്തോക്യ ഉപനിഷത്തിൽ എല്ലാ ജീവികളോടുമുള്ള അഹിംസയെപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും ഒരാത്മാവുണ്ടെന്നും ജീവൻ അതിന്റെ എല്ലാ രൂപങ്ങളിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എല്ലാ ജീവികളോടുമുള്ള അഹിംസയാണ് ഉയർന്ന ധാർമ്മിക മൂല്യമെന്നും പുരാതന വേദഗ്രന്ഥങ്ങളായ ഋഗ്വേദത്തിലും ഉപനിഷത്തുകളിലും പ്രതിപാദിച്ചിരിക്കുന്നു. കൊലയാളിതൻ നെഞ്ചുപോൽ കൃപണം മറ്റൊരുടൽ രുചിച്ചുൺമോന്റെ ചിത്തം. താങ്ക് യു. 253. Like heart of them that murderous weapons bear his mind, who eats of savory meat, no joy in good can find. Like the murderous mind of him who carries a weapon in his hand, the mind of him who feasts with pleasure on the body of another creature, has no regard for goodness. The heart of one who has eaten and relished flesh is like the heart of one leading an army. It cannot be compassionate. The heart of one who has eaten and relished flesh is like the heart of one holding a deadly weapon. It cannot be compassionate. One tasting and eating flesh of a living thing has a merciless mind like that of whom goes to kill. Thank you. പടേ കൊണ്ടാർ നെഞ്ചമ്പോൽ നിന്റെ കാത് ഒൻ്റെയിൻ ഉടൽ ചുവൈ ഉണ്ടാർ മനം. 254. அருள் அல்லது யாதெனின் கொல்லாமை போறல் பொருள் அல்லது அவ்வூன் திணல். அருள் எது என்றால் ஓர் உயிரையும் கொல்லாமல் இருத்தல். அருள் அல்லாதது எது என்றால் உயிரை கொல்லுதல், அதன் உடம்பை தின்னுதல் அறம் അല്ലാത്തത്. അരുൾ എന്ന് പറഞ്ഞാൽ കാരുണ്യം. കാരുണ്യം എന്നത് എന്തെന്നാന്ന് വെച്ചാൽ കൊല്ലാമൈ, ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നത് തന്നെ. അല്ലത്, ആ കാരുണ്യം അല്ലാത്തത്. കാരുണ്യം അല്ലാത്തത് യാതനിൻ, എന്തെന്ന് വെച്ചാൽ കോറൽ, കൊല്ലൽ തന്നെയാണ്. അതിനാൽ കൊല്ലപ്പെട്ട ഒന്നിന്റെ ഊൺ, മാംസം, തിന്നൽ, ഭക്ഷിക്കുന്നത് പൊരുളല്ലത്, ധർമ്മമല്ലാത്തത്, മഹാഭാവം ആകുന്നു. കാരുണ്യം എന്നത് എന്താന്ന് വെച്ചാൽ ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നത് തന്നെ. കാരുണ്യം ഇല്ലാത്തത് എന്താന്ന് വെച്ചാൽ കൊല്ലൽ തന്നെയാണ്. ഒന്നിന്റെ മാംസം ഭക്ഷിക്കുന്നത് ധർമ്മമല്ലാത്തത് ആകുന്നു. ശ്രീകുമാരിമോ കണ്ണടി. തിരുക്കുറൾ 254. അരുളല്ലതു യാതനിൻ കൊല്ലാമൈ, ഓറൽ പൊരുളല്ലതു ഔവിൻ തിനൽ. അഹിംസയെ പുണ്യമാം, വേദനം പാപദം.
കൊന്നുള്ള ഭോജനം സർവഥാ ത്യജ്യമാം. കാരുണ്യം എന്നത് ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കൊല്ലപ്പെട്ട ഒന്നിന്റെ മാംസം ഭക്ഷിക്കുന്നത് പാപം തന്നെയാണെന്നാണ് ഇവിടെ കവി പറയുന്നത്. ധർമ്മമല്ല അത്. ഒരാൾ ഏതിനും ആത്മാവുണ്ടെന്നാണ് പറയുന്നത്, ജന്തുക്കൾക്കായാലും. ജീവകാരുണ്യം എന്നാൽ മറ്റു ജീവനുകളെ ജീവിപ്പിക്കുക എന്നതാണ്, അല്ലാതെ കൊല്ലുക എന്നതല്ല. കാരുണ്യമില്ലാത്തവനാണ് ജീവനുകളെ കൊല്ലുന്നത്, നശിപ്പിക്കുന്നത്. നശിച്ച ജീവനുകളുടെ മാംസം തിന്നുന്നത് മഹാപാപം തന്നെയാണ്. ഈ പരലോകത്തിൽ പോയാലും നമുക്ക് മോക്ഷം കിട്ടുകയില്ല എന്ന്. ഇത് ദുഷ്കർമ്മവും അധാർമികവും തന്നെയാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം തന്നെ മാംസഭോജനം എതിർക്കുന്നതാണ്. അതിനാൽ കവി പറയുന്നത് പോലെ നാം നമ്മുടെ മഹാത്മജിയുടെ പാത പിന്തുടർന്നു അഹിംസയെ പിന്തുടരാം. മാംസഭക്ഷണം നിർത്താം. പക്ഷേ എല്ലാവർക്കും അത് കഴിയുന്ന കാര്യമാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. താങ്ക് യു. Sir. കുരൽ 256 4 സോറി. അരുളല്ലതു യാതൊനിൽ കൊല്ലാമൈ കോർ പൊരുളല്ലത് ഔവൻ തിന്നൽ അരുളെന്നാൽ കൊല്ലായ്മ കൊല്ലൽ പാപം കൊന്നു മറുമാംസം തിന്മത് അധർമ്മം. Mercy is non-killing. Killing is cruelty. Eating flesh of a kill is evil. Killing is not an action of kindness. And eating meat is an act of wrongdoing. Thank you. അരുളല്ലത് യാതനിൽ കൊല്ലാമൈ കോറൽ പൊരുളല്ലത് ഔൽ തിനൽ. 255. உண்ணாமை உள்ளது உயிர்நிலை, ஊன் உண்ண அண்ணாத்தல் செய்யாது அலறு. உயிர்கள் உடம்பு பெற்று வாழும் நிலைமை ஊன் உண்ணாதிருத்தலை அடிப்படையாக கொண்டது. ஊன் உண்டால் நரகம் அவனை வெளிவிடாது. இதுல ஆദ്യത്തെ വരയില്ല ഉണ്ണാമൈ ഉള്ളത് ഉയർനിலை. ഉയർനിலை ആദ്യ വാക്കെടുക്കുകയാണ്. പരസ്പരം ആരും പരസ്പരം കൊന്നു തിന്നരുത് എന്ന ദൈവികമായ ധാരണയുടെ അത്രേ സൃഷ്ടി നടന്നിട്ടുള്ളത്. ഉയിർ നിലൈ, ഉയരുകളുടെ ജീവനുകളുടെ നിലനിൽപ്പ് അങ്ങനെ നോക്കുമ്പോൾ ഉണ്ണാമൈ പരസ്പരം കൊന്ന് മാംസം തിന്നുക എന്ന മേലാകുന്നു. അടുത്തത് ഊൺ, നാലാമത്തെ അതിവരിൽ നാലാമത്തെ വാക്ക്. ഊൺ മാംസം, ഉണ്ണ ആ തത്വം ലംഘിച്ചുകൊണ്ട് ഒരുവൻ ഭക്ഷിക്കുകയാണെങ്കിൽ അളറ് അവനെ വിഴുങ്ങുന്ന നരകം. അത് മറ്റ് ഹിംസ ചെയ്തു വരുന്നത് കൊണ്ട് അവൻ നരകത്തിലാണ് പോകുന്നു എന്നുള്ള ഒരു വിശ്വാസത്തില് നരകം അവന് വിഴുങ്ങുകയും പിന്നെ ആ വാ അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവന് പുറത്തു വരാൻ ഉള്ള ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ് വളരെ ലഘുവായിട്ട് ഇവിടെ പറയുന്നത്. ആരും പരസ്പരം കൊന്നു തിന്നരുത് എന്ന ദൈവികമായ ധാരണയോടെ അത്ര സൃഷ്ടി നടന്നിട്ടുള്ളത്. ഉയരുകളുടെ നിലനിൽപ്പ് അങ്ങനെ നോക്കുമ്പോൾ പരസ്പരം കൊന്ന് മാംസം തിന്നുക എന്ന് തത്വത്തിന് മേലാകുന്നു. മാംസം ആ തത്വം ലംഘിച്ചുകൊണ്ട് ഒരുവൻ ഭക്ഷിക്കുകയാണെങ്കിൽ അവനെ വിഴുങ്ങുന്ന നരകം അണ്ണാത്തൽ ചെയ്യാതെ പിന്നീട് അവനെ പുറത്തേക്ക് വിടാനായി വായ് തുറക്കുകയില്ല എന്ന് വളരെ
ഒഴിവാക്കാൻ അവൻ നരകത്തിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് എന്ന് കവി പറയുന്നു. കുറൾ 255. കൊന്നു തിന്നായികതാൻ ജീവധർമ്മം മാംസം ഉണ്ണോരെ നരകം വിഴുങ്ങും. കൊന്നു തിന്നായികതാൻ ജീവധർമ്മം മാംസം ഉണ്ണോരെ നരകം വിഴുങ്ങും. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊരു ചൊല്ലുണ്ട്. പ്രകൃത്യാ സസ്യാഹാരിയായ മനുഷ്യന് മാംസം നിഷിദ്ധമായിരിക്കെ സ്വാഭാവികമായും സസ്യാഹാരത്തിന്റെ ആവശ്യകതയിലേക്കാണ് ചിന്തകൾ പോകുന്നത്. മാംസം കഴിക്കുന്നവനെ നരകം വിഴുങ്ങും. ഇത് അർത്ഥമാക്കുന്നത് മാംസാഹാരിയുടെ ശരീരം വിവിധങ്ങളായ രോഗങ്ങളാൽ നരകതുല്യമായ ജീവിതം നയിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. രുചി കൂടുതലുള്ള ആസ്വാദ്യകരമായ ഭക്ഷണത്തിനായി നാം മാംസാഹാരത്തെ ആശ്രയിക്കുന്നു. അതിനായി മറ്റു ജീവികളുടെ ജീവനെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുമ്പോൾ ന്യായമല്ലാത്ത കാര്യം ചെയ്യുന്നതിലൂടെ പ്രകൃതി അവന് അസുഖങ്ങളാൽ നരക ജീവിതം നൽകുന്നു എന്ന് തിരുവള്ളുവർ പറയുന്നു. ക്രൂരതയില്ലാത്ത മനസ്സിനുടമയായിരിക്കും സസ്യാഹാരി എന്ന് ഗാന്ധിജി പറയുന്നു. കാരുണ്യം മനുഷ്യനെ ദീർഘായുസ്സും പുഷ്ടിയുള്ളവനുമാക്കി മാറ്റുന്നു. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും അങ്ങനെ ഇന്ദ്രിയങ്ങളെ സംയമനത്തിലൂടെ നയിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ക്ഷിപ്രകോപിയായി മാറാൻ സസ്യാഹാരിക്ക് കഴിയില്ല. അതേസമയം ഒരു മാംസാഹാരിയുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ ക്ഷണത്തിൽ നഷ്ടപ്പെടുന്നു. എന്തായാലും മാംസാഹാരം വർജിക്കേണ്ടത് തന്നെ. മാംസഭോജിയുടെ വിശപ്പടക്കൽ ഒരു കൊലയാളിയുടേതിന് തുല്യമാണ്. ഏതുതരം ആഹാരമാണോ നമ്മൾ കഴിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ രൂപം മാറുന്നു, സ്വഭാവവും മാറുന്നു. ആവശ്യത്തിന് പോഷകാഹാരം കഴിക്കുക. അധികം മാംസാഹാരം കഴിക്കുന്നവരുടെ ശരീരം ചീർത്ത് ഷേപ്പ്ലെസ് ആയി കാണപ്പെടുന്നു. ആഹാരത്തിനും മനസ്സിനും നേരിട്ടൊരു ബന്ധമുണ്ട്. ഉദാഹരണമായി ധാരാളം എരിവ് കഴിക്കുന്നവരിൽ ദേഷ്യം, കോപം എന്നിവ കൂടുതലായി കാണാൻ കഴിയും. ആഹാരം എല്ലാത്തരം പ്രവർത്തിക്കുമുള്ള ഊർജം നമുക്ക് നൽകുന്നു. അതിൽ തന്നെ നമുക്കൊരു അബദ്ധ ധാരണയുണ്ട്, മാംസാഹാരമാണ് കൂടുതൽ ഊർജം നൽകുന്നതെന്ന്. നമ്മുടെ ആഹാര ശൃംഖല, ഫുഡ് സൈക്കിൾ എടുത്തു നോക്കിയാൽ ചെറിയ ഹരിത സസ്യങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ആഹാര ശൃംഖല അവസാനിക്കുന്നത് മാംസാഹാരിയിലാണ്. ഇവിടെ ഊർജം ഓരോ പ്രവൃത്തിയിൽ നിന്ന് അടുത്ത കണ്ണിയിലേക്ക് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതിനും മുകളിൽ ചിന്തിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, മാംസാഹാരിയെ പോലെ തന്നെ സസ്യാഹാരിയും ജീവനെ നശിപ്പിക്കുന്നു. സസ്യങ്ങൾക്കും ജീവനുണ്ട്. എന്നാൽ ഇവിടെ ഒരു ശരിയായ രീതിയിൽ വേണം സസ്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. ആഹാരത്തിന് ഏറ്റവും അത്യാവശ്യമാണെങ്കിൽ മാത്രം സസ്യത്തെ സമീപിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് നമുക്കൊരു സസ്യത്തിനും ജീവനുണ്ടെന്നുള്ളതിന് ഒരു ശാസ്ത്രജ്ഞൻ, നമ്മുടെ ഒരു ശാസ്ത്രജ്ഞനായ JC ബോസ്, ഒരു ഇന്ത്യക്കാരനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ചെടികൾക്ക് ബോധമുണ്ട്, അവയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് നമുക്ക് മ്യൂസിക്കിലൂടെ സാധിക്കും, അവയ്ക്ക് ഒരു മനസ്സുണ്ട്, പ്രതികരണ ശേഷിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തോട് നീതി പുലർത്തുന്നതിനായി അതുകൊണ്ട് തീർച്ചയായും ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അത് മനുഷ്യനായതുകൊണ്ട് സസ്യാഹാരിയാണ്. അങ്ങനെയാണ് പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സസ്യാഹാരത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നും അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ലോകത്തെ സ്വർഗമാക്കാമെന്നുമാണ് തിരുക്കുറളിലൂടെ തിരുവള്ളുവർ പറഞ്ഞു വെക്കുന്നത്. ഓവർ. Verse 255. If flesh you eat not, life's abodes unharmed remain. Who eats, hell swallows him and renders not again. Not to eat flesh contributes to the continuance of life. Therefore, if a man eat flesh, hell will not open its mouth to let him escape out after he has once fallen in. Compassion is non-killing, mercilessness is killing. Eating meat of the kill is not dharma also.
survival of species depends on not being eaten. Those who eat them, hell will not split its mouth to spit them out. The rationalist in Kalanger finds another interpretation literally more accurate, but contextually not quite convincing. For Kural 255, even a swamp will not swallow a life. Survival of species is ensured by presence of vegetarians. Thank you. ഉണ്ണാമൈ ഉള്ളത് ഉയർനിலை ഊനുണ്ണ അണ്ണാത്താൽ ചെയ്യാത് അളർ. 256. தின்னர் பொருட்டால் கொல்லாது உலகியனின் யாரும் விலை பொருட்டால் பூன் தருவார் இல். புலால் தின்னும் பொருட்டு உலகத்தார் உயிர்களை கொல்லாது இருப்பார், ஆனால் വില പൊരുട്ട് ഊൺ വിற்பവർ ഇല്ലാമർ പോവാർ. ഇനി ഇതിലൂടെ പറയുന്നത്, നിങ്ങൾ മാംസം കഴിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരും തന്നെ മാംസം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ആ മാംസം വിറ്റ് ജോലി അല്ലെങ്കിൽ ജീവിതം നയിക്കുന്നവർ അതിന്റെ വില വളരെയധികം കുറഞ്ഞു പോകും കുറെ കഴിയുമ്പം. ആരും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ പണികൾ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ളവർ എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ സ്വയമേ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. അതിന് വില കിട്ടില്ല എന്ന് പറഞ്ഞാൽ, മാംസത്തിന് വില ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ആരും വാങ്ങിക്കാനും ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി ചെയ്യുന്നവർ അതിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതിലാണ് പറയുന്നത്. തിന്നറ് പൊരുട്ടാൽ ലോകത്തുള്ള ജനങ്ങൾ തിന്നാൻ ആഗ്രഹിച്ചിട്ട് മാംസത്തെ കൊല്ലാതെ കൊന്നു സ്വീകരിക്കുകയില്ല എന്ന് വരികിൽ വില പൊരുട്ടാൽ വിൽപ്പന നടക്കുമല്ലോ, ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ മോഹിച്ച് ഊൺ തരുവാർ, മാംസം വെട്ടി ഒരുക്കി വിൽക്കുന്നവരും ഉണ്ടാവുകയില്ല. ലോകത്ത് ജനങ്ങൾ തിന്നാൻ ആഗ്രഹിച്ചിട്ട് മാംസത്തെ സ്വീകരിക്കുകയില്ല എന്ന് വരികിൽ വിൽപ്പന നടക്കുമല്ലോ, ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ മോഹിച്ച് മാംസം വെട്ടി ഒരുക്കി വിൽക്കുന്നവരും ഉണ്ടാവുകയില്ല. അത് കാരണം അത് തന്നെത്താൻ തന്നെ എന്താ പറയല്ലോ, ആ മാംസം കഴിക്കുന്ന രീതിയിൽ നിന്ന് മാറി മറ്റ് ഭക്ഷ്യ വസ്തുക്കളിലേക്ക് ആൾക്കാർ മാറിക്കോളും എന്നും വേറെ രീതിയിൽ പറയുന്നുണ്ട്. 256. തിന്നുവാൻ ജീവനെ കൊല്ലാത്ത ലോകത്തിൽ ഇല്ലാതാം വിൽക്കുവോരാരും. തിന്നുവാൻ ജീവനെ കൊല്ലാത്ത ലോകത്തിൽ ഇല്ലാതാം വിൽക്കുവോരാരും. കാരുണ്യവും അഹിംസയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. എന്താണ് അഹിംസ? അതിരുകളില്ലാത്ത ദയയുടെ പരമോന്നത ഭാവമാണ് അഹിംസ. ദയ മാത്രമാണ് അഹിംസയുടെ ആയുധം. മാംസഭോജികൾ തന്നെയാണ് പ്രാണിഹിംസയ്ക്ക് കാരണക്കാർ. അവർ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ജന്തുഹിംസയിൽ നടക്കും. വില കൊടുത്ത് മാംസം വാങ്ങുവാൻ ആരുമില്ല എന്ന് വരികിൽ ജന്തുക്കളെ കൊല്ലുവാനും അരിഞ്ഞു വിൽക്കുവാനും ആരും ഉണ്ടാവില്ല. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കഠിന പാപം അരുതേ എന്ന് അപേക്ഷിക്കുകയാണ് തിരുവള്ളുവർ എന്ന ഋഷികവി. ഭാരതത്തിന്റെ ഇതിഹാസ ഗ്രന്ഥങ്ങളിലൊന്നായ മഹാഭാരതത്തിൽ അഹിംസ പരമോ ധർമ്മ എന്ന വാക്യത്തെക്കുറിച്ച് ഒന്നിലധികം പരാമർശങ്ങളുണ്ട്. അക്ഷരാർത്ഥത്തിൽ അഹിംസയാണ് ഏറ്റവും ഉയർന്ന ധാർമ്മിക ഗുണം. മഹാപ്രസ്ഥാനിക പർവത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അഹിംസ പരമോ ധർമ്മസ് തഥാഹിംസ പരോധമ, അഹിംസ പരമം ദാനം, അഹിംസ പരമസ്തവ, അഹിംസ പരമോ യജ്ഞാസ് തഥാഹിംസ പരംബലം, അഹിംസ പരം മിത്രം, അഹിംസ പരം സുഖം, അഹിംസ പരം സത്യ, അഹിംസ പരം ശ്രുതം. അഹിംസയാണ് ഏറ്റവും ഉയർന്ന ഗുണം. അഹിംസയാണ് ഏറ്റവും ഉയർന്ന ആത്മനിയന്ത്രണം. അഹിംസയാണ് ഏറ്റവും വലിയ സമ്മാനം. അഹിംസയാണ് ഏറ്റവും മികച്ച കഷ്ടപ്പാട്. അഹിംസയാണ് ഏറ്റവും ഉയർന്ന ത്യാഗം. അഹിംസയാണ് ഏറ്റവും നല്ല ശക്തി. അഹിംസയാണ് ഏറ്റവും വലിയ സുഹൃത്ത്. അഹിംസയാണ് ഏറ്റവും വലിയ സന്തോഷം. അഹിംസയാണ് ഏറ്റവും വലിയ സത്യം. അഹിംസയാണ് ഏറ്റവും വലിയ ഉപദേശം.
ആദിപർവം, വനപർവം, അനുശാസന പർവം എന്നീ ഭാഗങ്ങളിലും ഈ വാക്യം പല പ്രാവശ്യം പരാമർശിക്കപ്പെടുന്നു. തിന്നുവാൻ ജീവനെ കൊല്ലാത്ത ലോകത്തിൽ ഇല്ലാതാം വിൽക്കുവോരാരും. താങ്ക് യു. sir. കുരൾ 256. തിനൽ പോരുട്ടാൽ കൊല്ലത് ഉലകെ നിൻ യാരും ഇല്ലേ, പൊരുട്ടാൽ ഉൻ തരുവാൻ ഇൽ തിന്നുവാൻ. ജീവനെ കൊല്ലാത്ത ലോകത്തിൽ ഇല്ലാതാം വിൽക്കുവോരാരും. If no one uses meat as a food, nobody in the world will be there to sell it as a commodity. Thank you, sir. തിനർ പൊരുട്ടാൽ കൊല്ലാത് ഉലകനിൽ ആരും, വിലൈ പൊരുട്ടാൽ ഊൻ തരുവാർ ഇൽ. 257. உண்ணாமை வேண்டும் புலால் இருதொன்றின் உன் அது உணர்வாய் பெறின். புலால் உண்ணாமல் இருக்க வேண்டும். ஆராய்ந்து அறிவாரை பெற்றால் அப்புலால் வேறொரு உயிரின் உன் என்பதை உணரலாம். ആദ്യം പുലാൽ മാംസം. ഉണ്ണാമ വേണ്ടും, ഭക്ഷിക്കാൻ പാടില്ല. കാരണം ഉണർവാർ പെരിൻ, നല്ലതുപോലെ ചിന്തിച്ച് അറിയുകയാണെങ്കിൽ ആ സത്യം അംഗീകരിക്കാനേ പറ്റൂ. അത് പിറുതൊണ്ടിൻ, മറ്റൊരു ജീവിയുടെ പുണ്ണ് തന്നെയാണല്ലോ. മറ്റൊന്നിന്റെ അതിനെ മുറിവുണ്ടാക്കി വരുമ്പോൾ അത് ഒരു വ്രണം അല്ലെങ്കിൽ പുണ്ണായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു വസ്തുവിനെ കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയാം. സത്യം കണ്ടറിയുമ്പോൾ മാംസഭോജികൾക്ക് കവും തീനികളുടെ സ്ഥാനമാണ് ഉള്ളത്. ഒരു ജീവിയുടെ പ്രാണൻ എപ്പോൾ പോകുന്നുവോ ആ നിമിഷം മുതൽ അതിൻ്റെ ശരീരത്തിലെ ഓരോ അണുവും തീഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ ചെയ്യുന്ന ശരീരത്തിന് ഒരു വ്രണത്തിന്റെ സ്ഥാനമേ ഉള്ളൂ. അതിനാൽ മാംസഭോജനം എന്ന മഹാഭാവത്തെ വർജിക്കുക തന്നെ വേണം എന്ന് വളരെ ലഘുവായിട്ട് പറയുന്നു. ഞാനാണോ സർ? ഞാൻ പറഞ്ഞോട്ടെ? ആ പറഞ്ഞോളൂ. താങ്ക് യു സർ. ഉണ്ണായിക മാംസം അത് മറ്റൊരു ജന്തുവിൻ പുണ്ണത്രേ ചിന്തിച്ചുണർന്നാൽ. ഉണ്ണായിക മാംസം അത് മറ്റൊരു ജന്തുവിൻ പുണ്ണത്രേ ചിന്തിച്ചുണർന്നാൽ. കുറൾ 257, 26 അധ്യായം മുഴുവൻ പറയുന്ന മാംസവർജനത്തെ കുറിച്ചാണ്. 257 അതിൻ്റെ മറ്റൊരു വേർഷൻ പറയുന്നു. ഈ ശ്ലോകത്തിൻ്റെ അവസാനത്തെ വാക്ക് മുതൽ തിരിച്ച് നമ്മൾ ചിന്തിക്കണം. അതായത് ഒന്ന് ഉണർന്ന് ചിന്തിച്ചാൽ പുണ്ണായി മാറിയ ഈ ജഡമല്ലേ മറ്റൊരു ജന്തുവിൻ്റെ ശരീരത്തെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണുമ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറയുക. അവിടെ ഉണർന്നാൽ എന്ന് പറയുന്നത് ഉറങ്ങിയിരിക്കുന്നവനെ കുറിച്ചാണല്ലോ പറയുക. വാസ്തവം പറഞ്ഞാൽ തിരുവള്ളുവര് അന്നേ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ കണ്ടു ഈ മനുഷ്യനൊക്കെ വസിക്കുന്നത് ഒരു തരം മയക്കത്തിലാണ്. ഓരോരുത്തർക്കും ഓരോ തരം മയക്കായ, ഓരോ തരം ലഹരിയാണ്. അവൻ സുബോധത്തോടു കൂടിയല്ല എപ്പോഴും ഇരിക്കുന്നത്. ചിലർക്ക് മദ്യത്തിലാകാം, അതല്ലെങ്കിൽ ധനത്തിലാകാം, പ്രസിദ്ധിയിലാവാം, മറ്റു പലതിലുമാകാം. അപ്പോൾ ഈ മയങ്ങിയിരിക്കുന്നിടം വിട്ട് ഇപ്പോഴത്തെ തലമുറയാണെങ്കിൽ മൊബൈലും കൈയും വായും തമ്മിലൊരു അടി കൂടുന്ന പോലെയാണ്, മത്സരം നടത്തുന്ന പോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്. മൊബൈലോ സ്ക്രീനോ നോക്കിയിരിക്കും. അവരും മയക്കത്തിലായ സത്യത്തിൽ. അപ്പം നീ ഒന്ന് ഉണർന്ന് ചിന്തിക്കുക, എന്നാന്നൊന്ന് നോക്കിയിട്ട് എന്ന് പറയുന്നു. 100-ലധികം മൈൻഡ്ഫുളിൻ്റെ ക്ലാസ് നടന്ന ഈ പ്ലാറ്റ്ഫോമിൽ വാസ്തവത്തിൽ പറഞ്ഞാൽ തിരുവള്ളൂരിലൂടെ പറയുന്നേ നീ ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് നടത്ത് എന്നും കൂടി അല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി.
വാസ്തവം ഇവിടെ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ തൊട്ട് മുമ്പ് മോഹൻദാസ് സാർ പറഞ്ഞല്ലോ, ഒന്നുകിൽ ശരീരം വളർന്നുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ ശോഷിച്ചുകൊണ്ടിരിക്കും, അതോ ജീവനുള്ള കാലഘട്ടം. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ ഈ അൺഹൈജീനിക് സിറ്റുവേഷനിലാണ് മൃഗങ്ങളെല്ലാം ഏതാണ്ട്, അല്ലാതെ മനുഷ്യനെ പോലെ ഒരു ഹൈജീൻ സ്റ്റാൻഡേർഡ് ഒന്നും അവർ കീപ്പ് ചെയ്യാറ്. അപ്പോൾ അവിടെ കഴിയുന്ന മൃഗങ്ങളുടെ ഒക്കെ ശരീരത്തിൽ, പ്രത്യേകിച്ച് പുണ്ണെന്ന് പറയുമ്പോൾ, പുണ്ണ് പിടിച്ചെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു അറപ്പും വെറുപ്പും തോന്നും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പുണ്ണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ട്. അത് അറപ്പിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അതിൻ്റെയൊക്കെ രൂപം മാറുമല്ലോ. ചില ബോഡിയൊക്കെ കണ്ടെത്തുമ്പോൾ അതിനകത്ത് പുഴു പിടിച്ചിരുന്നു 2-ാം ദിവസം 3-ാം ദിവസം എന്നൊക്കെ പറയുന്നത് പോലെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാൽ അതൊന്നും ഇല്ലായിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് കാണാനാകുന്നതിനപ്പുറത്ത് അത് ജഡത്തിൻ്റെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ഡീക്കെ സ്റ്റേജിലാണെന്ന് വേണം കരുതാൻ. ഇവിടെ വീണ്ടും ചിന്തിച്ചു പോവുക, ഈ ഇത്തരത്തിലുള്ള മാംസം കഴിക്കുന്നത് വഴി ഒത്തിരി പ്രശ്നങ്ങളാണ്. ഈ വലിയ ഫാമുകളിലൊക്കെ വളർത്തുന്ന അവരൊക്കെ മരുന്നുകൾ ധാരാളം ഉപയോഗിക്കുന്നവരാണ്. ആ മരുന്നുകളുടെയൊക്കെ രാസമാറ്റങ്ങൾ ഈ ജീവികളുടെ ശരീരത്തിലുണ്ടാവും, ആ മാംസത്തിലുണ്ടാവും. ഫലത്തിൽ എന്തുണ്ടാകുന്നു? ആ രാസമാറ്റം വന്ന് മാംസം ഭക്ഷിക്കുന്നതിലൂടെ അത്തരം വ്യക്തികൾക്ക് ഈവൻ ഇന്നത്തെ ആന്റിബയോട്ടിക് പോലും ഏക്കാതെ പോകുന്നു എന്ന ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. അത്രമാത്രം അത് നമുക്കറിയാലോ, 42 ദിവസം കൊണ്ടൊക്കെ ഒരു കോഴീനെ വീർപ്പിച്ചെടുക്കുന്ന രംഗങ്ങൾ, അതൊക്കെ ആ കെമിക്കൽ ആക്ഷനാണ്. അപ്പം അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് നമ്മൾ പലവിധത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ തിക്തഫലങ്ങൾ ഈ തലമുറ ശരിക്കും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുപോലെ ഹൃദ്രോഗ സാധ്യത, കിഡ്നിക്ക് അമിതഭാരം വരുത്തുന്ന സാഹചര്യങ്ങൾ, എല്ലാത്തിലുപരിയായി പറയുന്നു ഈ രൂപങ്ങളിലൊക്കെ അതിൻ്റെ ആ ഉറവിടം അടഞ്ഞു പോയിട്ട് ഒട്ടേറെ സ്കിൻ ഡിസീസിന് ഇടവരുത്തും എന്ന് പറഞ്ഞു. പല ത്വക്ക് രോഗങ്ങളുടെയും പിറകിൽ ഈ ദുർമേധസ് അടിഞ്ഞുകൂടിയതാണ് എന്ന് കണ്ടെത്തുക ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ശാസ്ത്രീയമായിട്ട്. അപ്പോൾ ഏത് വിധത്തിൽ നോക്കിയാലും മാംസഭക്ഷണം ഒഴിവാക്കി സുന്ദരമായ ഒരു ലോകത്ത് കഴിയുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ വലിയ മനുഷ്യൻ, മഹാനായ തിരുവള്ളൂർ ഇത് എഴുതി വെച്ചത്. നന്ദിയോടെ അദ്ദേഹത്തെ സ്മരിക്കുന്നു. കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you, sir. Quran 257. With other beings' ulcerous wounds, their hunger they appease. If this they felt, desire to eat must surely cease. If men should come to know that flesh is nothing but the unclean ulcer of a body, let them abstain from eating it. Abandon eating of meat, understanding it as the wound of another body. Meat is the wound of some body. If one gets this realization, stop eating it. Thank you, sir. உண்ணாமை வேண்டும் புலால் பெரித்தொண்டல் உன்னது உணர்வார் தரை. 258. നേരത്തെ ജോർജ് സാർ പറഞ്ഞ ആ അർത്ഥത്തിലുള്ളത് തന്നെയാണ് ഒന്നുകൂടി വീണ്ടും കവി അത് സമൃദ്ധി പറയുന്നുണ്ട്. അത് ജോർജ് സാർ അത് നേരത്തെ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതേ അർത്ഥത്തിലാണ് വീണ്ടും വരുന്നത്. ചെയറിൻ തലൈ പിരിந்த കാட்சியார் உண்ணார் உயிரின் தலை பிரிந்த ஊன். குற்றத்திலிருந்து நீங்கிய அறிவை உடையவர் ஓர் உயிரினிடத்திலிருந்து பிரிந்து வந்த உடம்பைய ஊனை ഉണ്ണ മാട്ടാർ. ആദ്യത്തെ വാക്ക് ചെയറിൻ, മൂട മയക്കത്തിൽ നിന്ന്. 2 തലൈ പിരിന്ത്, വേട്ടുയർന്ന. കാഴ്ചയാർ, തെളിഞ്ഞ പ്രാപഞ്ചിക ദർശനമുള്ള മഹത്തുക്കൾ.
ഉയിരിൻ തലൈപ്പിരിന്ത പ്രാണനിൽ നിന്ന് വേർപെട്ട ശവമായി തീർന്ന ഊൺ മാംസം. ആദ്യത്തെ വരെ അവസാനത്തെ വാക്ക് ഉണ്ണാർ ഭക്ഷിക്കുകയില്ല. തിരസറ്റ് കഴിഞ്ഞാൽ അത് ശവമായി, ശവം പൊണ്ണാണ്. നിമിഷം തോറും ഇത് ചെയ്യുന്നു. ഉത്തമമായ പ്രാപഞ്ചിക ദർശനമുള്ളവർ മഹാത്മാക്കൾ മാംസം ഭക്ഷിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇതാകുന്നു. കുറൽ 258. തെളിവാർന്ന ദർശനം കൊണ്ടവരുണ്ണില്ലൊരു ഏറ്റ ജീവിതൻ മാംസം. തെളിവാർന്ന ദർശനം കൊണ്ടവർ ഉണ്ണില്ല ഉയരറ്റ ജീവിതൻ മാംസം. ഒരു നീതിമാനായ ജീവിത ദർശനം സിദ്ധിച്ച ഒരുവന് ഒരിക്കലും ഒരു ജീവിയുടെ തേജസ്സറ്റ ശരീരം ഭക്ഷണമായി സ്വീകരിക്കാനാവില്ല. അയാളുടെ മനസ്സിന്, വിശപ്പിന് ആ മാംസം കഴിക്കാൻ യോജിച്ചതായി തോന്നില്ല. ജീവി തന്റെ ശരീരം മനുഷ്യനെ പോലെ തന്നെ സംരക്ഷിച്ചിരുന്നു. ആപത്തുകളിൽ നിന്ന് പരിരക്ഷ നൽകി പോന്നു. എന്നാൽ മറ്റ് ആഹാരങ്ങൾ ലഭ്യമാണെന്നിരിക്കെ രുചിയും മണവും അതിന്റെ പാരമ്യതയിൽ ആസ്വദിക്കാൻ ഒരു മിണ്ടാപ്രാണിയെ കൊല്ലുന്നതിനോട് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയും? തീർച്ചയായും അത്തരക്കാർ ജീവിത ദർശനം ലഭിക്കാത്ത മനുഷ്യ ജന്മം പൂണ്ട ജീവികൾ മാത്രമാണെന്ന് തിരുവള്ളുവർ പറയുന്നു. നമ്മുടെ ആഹാരം എന്ന് പറയുന്നത്, ആഹാരത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. സത്വഗുണം, രജോഗുണം, ഔർ തമോ ഗുണം, ഇങ്ങനെയുള്ള 3 തരം ഭക്ഷണമാണ് മനുഷ്യൻ കഴിക്കുന്നത്. അതിൽ സാത്വിക ഗുണങ്ങളിൽ വരുന്നവയാണ് പയർ, പരിപ്പ്, ബീൻസ്, മില്ലറ്റ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ കൂടാതെ പശുവിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആഹാരങ്ങൾ. ഇവ സമീകൃതമായി കഴിക്കുന്നതിലൂടെ നമുക്ക് സാത്വിക ഗുണം അഥവാ മോഡ് ഓഫ് ഗുഡ്നസ് കൈവരുന്നു. നമ്മുടെ മനസ്സിന് അതുവഴി ശാന്തത, സമാധാനം, കമ്പാഷൻ തുടങ്ങിയ സാത്വിക ഗുണങ്ങൾ ഉണ്ടാകുന്നു. ഈ ഫുഡിനെ പറയുന്നത് സാത്വിക ഡയറ്റ് എന്നാണ്. ഇതേ ആഹാരം തന്നെ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ എരിവ്, പുളി, ഉപ്പ്, മധുരം എന്നിവ ചേർത്ത് കഴിക്കുന്നതിലൂടെ രജോ ഗുണം ഉണ്ടാകാൻ കാരണമാകുന്നു. അത്തരക്കാർക്ക് ഈ ലോകത്തിലുള്ള എല്ലാ പുതിയ കാര്യങ്ങളോടും അമിതമായ താല്പര്യം ഉണ്ടാകുന്നു. 3ാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് പിന്നെ തമോ ഗുണക്കാർ. ഇവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ബേക്ക് ചെയ്തവ, വറുത്തവ, അതുപോലെ തന്നെ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളായിരിക്കും. അപ്പോ അത്തരം ആഹാരം കഴിക്കുന്നതിലൂടെ അവർക്ക് കോപം, ക്രൂരത, അലസത, അഡിക്ഷൻ, സ്ലീപ്പ് തുടങ്ങിയവ ഉണ്ടാകുന്നു. നമ്മൾ ആഹാരം കഴിക്കേണ്ടത് ജീവിക്കാനാണ്. ജീവിക്കാനായി ആഹാരം ജീവിക്കാനാണ് കഴിക്കേണ്ടത്, കഴിക്കാനായി ജീവിക്കരുത്. വെജിറ്റേറിയൻ ഫുഡിന്റെ മഹാത്മ്യം അറിഞ്ഞിട്ടുള്ള ചിന്തകന്മാരും മഹാന്മാരും ഒക്കെ അത്തരം ഫുഡ് ഹാബിറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു വെജിറ്റേറിയൻ ആയ ഒരു എഴുത്തുകാരനായ ബെർണാഡ് ഷാ പറയുന്നുണ്ട്, ഒരിക്കലും നമ്മുടെ വയറ് മൃഗങ്ങളുടെ സെമിത്തേരിയാക്കരുത്. ഓവർ. குறள் 258. செயிரின் தலைப்பிரிந்த கட்சையார் உண்ணான் உயிரில் தலை பிரிஞ்ச ஊன் തെളിവാർന്ന ദർശനം കൊണ്ടുവരുന്നില്ലോ ഉയിരറ്റ ജീവിതൻ മാംസം. The wise free of faults won't eat the flesh of dead body. To desist from killing alive and eating it is better than doing 1,000 rituals and offerings. Thank you. செயிரின் தலை பிறந்த காட்சியார் உண்ணார் உயிரின் தலை பிறந்த ஊன். 259. அவிசொருங் 1000 வேட்டலில் ஒன்றன் உயிர்
உண்ணாமை நன்று. நெய் முதலிய பொருட்களை தீயில் சொரிந்து 1000 வேள்விகள் செய்தலை விட ஒன்றன் உயிரை கொன்று ഉടമ്പை തിന്നാതിരുത്തൽ നല്ലത്. കവി അടുത്തിലോട്ട് പറയാണ്, നിങ്ങൾ എന്തൊക്കെയോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, അതിൽ ഏറ്റവും ഇതായിട്ട് പറയുകയാണെങ്കിൽ യാഗം ചെയ്യുക. യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എന്താ പറയുക, ദ്രവ്യങ്ങളൊക്കെ ഹോമിച്ച് അതിൽ നിന്നുള്ള അഗ്നി ഉണ്ടാക്കി അങ്ങനെ മന്ത്രങ്ങൾ ഉരുവിട്ട് ചെയ്യുന്നതാണ്. അതിനേക്കാൾക്ക് എത്രയോ നല്ല ഒരു പ്രവൃത്തിയാണ് ജീവനുള്ള ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നുള്ള പ്രവൃത്തി. ഹവിസ് ഹോമദ്രവ്യം ചൊരിഞ്ഞ് പകർന്ന് 1000 വേട്ടലിൻ 1000 യാഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നன்று മികച്ചത് ഒன்றൻ ഒരു ജീവിയുടെ ഉയിർ ചെകുത്ത് ജീവൻ പോക്കി ഉണ്ണാമൈ അതിന്റെ മാംസം ഭക്ഷിക്കായ എന്നത് തന്നെയാണ്. ഹവിഷ് ചൊരിഞ്ഞ് ഹോമകുണ്ഡത്തിൽ അഗ്നി വളർത്തി വിശിഷ്ട മന്ത്രങ്ങൾ ഉരുവിട്ട് അഹോരാത്രം 1000 യാഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മഹത്തായ ഫലം നൽകുന്ന ഒന്നത്രേ മറ്റൊരു ജീവിയുടെ ഉയിർ വേർപ്പെടുത്തി അതിന്റെ മാംസം ഭക്ഷിക്കാതിരിക്കുന്നത്. 259 അവി ചൊരിഞ്ഞ 1000 യാഗത്തേക്കാൾ മറ്റൊരു ഉയിർ പൊക്കി ഉണ്ണായിക നല്ലു. അവി ചൊരിഞ്ഞ 1000 യാഗത്തേക്കാൾ മറ്റൊരു ഉയിർ പോക്കി ഉണ്ണായിക നല്ലു. സ്നേഹപൂർവം സംരക്ഷിക്കുന്നവൻ ദൈവത്തെ പോലെയാണ്. അത് മനുഷ്യർക്കായാലും മിണ്ടാപ്രാണികൾക്കായാലും. അതിനു വേണ്ട യോഗ്യത ഒന്ന് മാത്രം, കാരുണ്യം. അഹിംസ ആത്മശക്തിയാണ്. ആ ശക്തി ആർജിക്കുവാനും കാരുണ്യമുള്ളവർക്കേ കഴിയൂ. അഹിംസയുടെ മുൻപിൽ എല്ലാ വൈരവും ശമിക്കുന്നു. അത് ഉദാത്തമായ ഒരു മനോവൃത്തിയാകുന്നു. അഹിംസാവാദിയുടെ ധീരതയ്ക്ക് ഹിംസാവാദിയുടെ ആയുധത്തെക്കാൾ മൂർച്ചയുണ്ട്. ആ നന്മയുടെ കവചമാണ് ഈശ്വരൻ. പരിപൂർണമായ നിരപരാധിത്വമാണ് അഹിംസ. ജീവനുള്ള ഒന്നിനോടും ദ്വേഷമില്ലാത്ത അവസ്ഥ. അത് പക്ഷിമൃഗാദികളെയും ക്ഷുദ്രകീടങ്ങളെയും ഉൾക്കൊള്ളുന്നു. നമ്മുടെ സംഹാര പ്രവണതകളുടെ വിളയാട്ടത്തിനു വേണ്ടിയല്ല അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ അഹിംസയ്ക്ക് മുൻപിൽ നമസ്കരിക്കും. ഹവിസ് ചൊരിഞ്ഞു ഹോമകുണ്ഡത്തിൽ അഗ്നി വളർത്തി വിശിഷ്ട മന്ത്രങ്ങൾ നിരന്തരം ഉരുവിട്ട് അഹോരാത്രം 1000 യാഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മഹത്തായ ഫലം നൽകുന്ന ഒന്നത്രേ മറ്റൊരു ജീവിയുടെ ഉടൽ വേർപെടുത്തി അതിന്റെ മാംസം ഭക്ഷിക്കാതിരിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട് നേടുന്ന ഫലം യാതൊന്നും ചെയ്യാതെ തന്നെ നേടാൻ കഴിയുന്നു. പലതും ചെയ്ത് കൈവരുന്ന മുക്തി ഒരൊറ്റ കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം കൈവരുന്നു. 1000 യാഗങ്ങൾ ചെയ്യുന്നതും ഒരു കൊല ചെയ്യാതിരിക്കുന്നതും ഒരുപോലെയാണ്. ജന്തുവിന് ജന്തുശത്രു എന്ന അവസ്ഥ മാറട്ടെ. അത് ബന്ധുത്വത്തിലേക്ക് വളരട്ടെ. അവി ചൊരിഞ്ഞ 1000 യാഗത്തേക്കാൾ മറ്റൊരു ഉയിർ പോക്കി ഉണ്ണായിക നല്ലു. താങ്ക് യു. Quran 259. Than 1000 rich oblations with libations rare, better the flesh of slaughtered begins not to share. Not to kill and eat, I mean the flesh of an animal, is better than the pouring forth of ghee, etc., in 1000 sacrifices. No killing and eating a creature is more virtuous than conducting thousands of sacred rituals, like pouring ghee. To desist from killing a life and eating it is better than doing 1000 rituals, offering oblation. Thank you. அவிச்சொரிந்த 1000 വേട്ടലിൽ ഒണ്ടൽ ഉയർ ചെകുത്തുണ്ണാമ കണ്ടു. 260. ഈ 26ാമത്തെ അധ്യായത്തില് വള്ളുവർ മറ്റൊരു ജന്തുവിന്റെ ജീവനെ എടുക്കരുത് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ എടുക്കാതിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജന്തുക്കൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ഉണ്ടാകുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും
ഒരു കരുണയോടുകൂടി അല്ലെങ്കിൽ വാത്സല്യത്തോടു കൂടി തൊഴുകയോടെ നിൽക്കും എന്ന് കവി പറഞ്ഞു തീർക്കുന്നു. കൊല്ലാർ കുലാലൈ മറുത്താനെ കൈകൂപ്പി എല്ലാ ഉയിരും തൊഴും. ഒരു ഉயிரையும் கொல்லாமல் புலால் உண்ணாமல் வாழ்கின்றவனை உலகத்தில் உள்ள എല്ലാ ഉയറുകളും കൈകൂപ്പി വണങ്ങും. കൊല്ലാൻ ഒന്നിനെയും കൊല്ലാത്തവനെ, അതായത് കൊന്ന് അതിൻ്റെ പുലാലെ മാംസത്തെ, മറുത്താനെ ഉണ്ണാൻ കൂട്ടാക്കാത്തവനെ എല്ലാ ഉയിരും തൊഴും. ഈ ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങളും കൂപ്പി വന്ദിക്കും. ഇരുന്നൂറ്റി 60. കൊല്ലാൻ പുലാലൈ മറുത്താനെ കൈകൂപ്പി എല്ലാ ഉയിരിന് തൊഴും. ഇതിന്റെ മലയാള ശ്ലോകം: കൊന്ന് അതിൻ മാംസം ഉണ്ണാത്തോനെ ജീവികളെല്ലാം തൊഴുതു നിന്നിടും. മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ, കൊല്ലാത്തവനും മാംസം നിരസിക്കുന്നവനും ആയിട്ടുള്ള ആളുകളെ എല്ലാ ജീവജാലങ്ങളും കൈകൂപ്പി പ്രണമിക്കും. ഈ 10 കുറളുകൾ കടന്നു പോകുമ്പോൾ പല തരത്തിലുള്ള വികാരങ്ങൾ നമ്മളിലും ഉണ്ടാകാം. എന്നാൽ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റുന്നത്, തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി സസ്യാഹാരിയായിരുന്നു. അഹിംസയെ കുറിച്ച് വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് മുഴുവൻ മാതൃകയായിരുന്നു. എന്നാൽ മറ്റൊരു സസ്യാഹാരിയായിരുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള്. പക്ഷെ അദ്ദേഹം കാട്ടിയ ക്രൂരത എണ്ണമറ്റതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഈ തിരുവള്ളുവർ ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും ചിന്തിക്കുന്നതും ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ. അതായത് സസ്യാഹാരം നടത്തുന്ന ആള് അത്യധികം കാരുണ്യമുള്ളവനായിരിക്കും. അതാണ് തിരുവള്ളുവരുടെ സസ്യാഹാര ചിന്തയുടെ പൊരുൾ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതകീയ അർത്ഥത്തിലോ മറ്റെന്തെങ്കിലും പിടിവാശിയുടെയോ ദുർവാശിയുടെയോ പേരിലോ അല്ല തിരുവള്ളുവർ ഇത് പറയുന്നത്. സസ്യാഹാരിയായി ഒരാൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ സസ്യാഹാര ചിന്ത അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്, മനുഷ്യർ കാരുണ്യത്തിൽ നിന്ന് ജീവിക്കണം എന്നുള്ള ചിന്തയാണ്. 10 കുറളുകളും നമുക്കെല്ലാവർക്കും ഒരുപാട് നല്ല ആശയമാണ് പ്രദാനം ചെയ്യുന്നത്, നല്ല ജീവിതമാണ് പ്രദാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും കരുണയുള്ളവരായിരിക്കാം, മാന്യന്മാരായി ജീവിക്കാം, മാന്യകളായി ജീവിക്കാം, നിഷ്കളങ്കതയും ഹൃദയ അലിവും സ്നേഹവും ഉള്ളവരായി ജീവിക്കാം. ഇതാണ് അതിന്റെ പൊരുൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Verse 260. Who slays not, flesh rejects, his feet before all living things with clasped hands adore. All creatures will join their hands together and worship him who has never taken away life nor eaten flesh. One who never kills and eats meat will be saluted by all lives on earth. To one who doesn't kill and refuses meat, all lives will fold their arms and pay obeisance. Thank you, sir. Sabu sir muted.
കൊല്ലാൻ പുലാലെ മറുത്താനെ കൈകൂപ്പി എല്ലാം തൊഴും. താങ്ക് യു സാർ. എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്ന് പുതിയതായിട്ട് ശ്രീകുമാരി മാം, അതുപോലെ തന്നെ ജോർജ് സാർ, ഉലഹനൻ സാർ കൂടി. ഇനി ഇതിനകത്ത് ആൻസർ പറയാൻ അല്ലെങ്കിൽ ഒരു കമന്റ് പറയാൻ അവകാശമുള്ള ഒറ്റ ആളേ ഉള്ളൂ, റോയ് സാർ. റോയ് സാർ പറയൂ. ഇത് നമുക്ക് സമയത്തിന് ഇച്ചിരി പ്രശ്നമുണ്ട്. ഒരു 8:25 ആവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. റോയ് സാർ പറയും. അനുകമ്പയും കരുണയും ഉള്ളവനായി ജീവിക്കുക എന്ന് പറയുന്നതിന് ഉതകുന്ന ചില കാര്യങ്ങളാണ് തിരുവള്ളൂർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഒരു ജീവജാലങ്ങളെയും കൊല്ലാതെയും അവയുടെ മാംസം ഭക്ഷിക്കാതെയും ജീവിക്കുക എന്ന് പറയുന്നത് ആ ജീവജാലങ്ങളെല്ലാം നമ്മളെ സല്യൂട്ട് ചെയ്യും എന്നാണ് തിരുവള്ളൂർ പറയുന്നത്. അപ്പോൾ മാംസാഹാരം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ 1000 പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് മാംസം കഴിക്കാതെ ജീവിക്കുന്നത് എന്ന് ആണ് ഇതിനകത്തുനിന്ന് തിരുവള്ളൂരിൽ ഇതിൽ നിന്നിരിക്കുന്നത്. താങ്ക് യു സർ. അത് വളരെ ഭംഗിയായി അതിൻ്റെ ആശയങ്ങൾ വിശദീകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഏറ്റവും കൂടുതൽ വിശദീകരിച്ചത് ഉഷാവും കുമാരിയെന്ന് തോന്നുന്നില്ലേ? ഉഷാമഴാന്ന് തോന്നുന്നു. ഓക്കെ. എല്ലാവരും അവരുടെ അറിവുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഞാൻ അല്പം ജോർജ് സാറൊക്കെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു, അടിപൊളി. അതുപോലെ തന്നെ സുകുമാരി മാം, പിന്നെ ഷീലാമ ഉഷാമാരിയൊക്കെ മാമൊക്കെ നല്ല കൃത്യമായിട്ട് അത് പ്രയോഗിക്കുന്നുണ്ട്. ഇന്ന് വളരെ മനോഹരമായിരുന്നു അല്ലേ? വളരെ സന്തോഷം. ആർക്കെങ്കിലും ജസ്റ്റ് ഒരു മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നതെങ്കിലും ആശയപരമായി അത് ഒത്തിരി ആശയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും വാക്കുകളിലൂടെ വന്നപ്പോഴാണ് അതിന്റെ ഇത് മനസ്സിലായത്. ഓക്കെ, ജസ്റ്റ് ഉഷാമാരി മാം പെട്ടെന്ന് ഒരു മിനിറ്റ്. അഹിംസ എന്ന് ഉള്ളൊരു ഏത് കുറല്ലേ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും വളരെ ദയ, കാരുണ്യം, അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പാഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് അധികം പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തില് ഏറ്റവും അധികം പ്രാവർത്തികമാക്കാൻ പറ്റുന്നതും നമ്മളെ എങ്ങനെ അത് കൂടുതൽ ഒരു പ്യൂരിഫൈ ചെയ്യാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തെയും പ്രവൃത്തിയെയും എങ്ങനെ പ്യൂരിഫൈ ചെയ്യാമെന്നാണ് ഖുറാനിലെ ഓരോ ഈരടികളിലും തിരുവള്ളുവർ എന്ന മഹാ ഋഷി കവി പ്രതിപാദിച്ചിരിക്കുന്നത്. എപ്പോഴും ഇത് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇതിൽ സമീപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുക. നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് ഓരോ ഖുറാനിലും. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഭാഗങ്ങളും ഇടയ്ക്കൊക്കെ എടുത്ത് വായിച്ചു നോക്കാനും ഒക്കെ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. വേറെ ഏതൊരു ഗ്രന്ഥത്തെയും പോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് തിരുക്കുറൾ എന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഏറ്റവും ധന്യമാകുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച 7 മണി മുതൽ 8:30 വരെ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ജോർജ് സാർ ഒത്തിരി നന്നായിട്ട് സംസാരിച്ചു, വളരെ വിശദമായിട്ട് തന്നെ അതേക്കുറിച്ച് പറയുകയുണ്ടായി. ശ്രീകുമാരി മാം, എല്ലാവരും അവൻ ടീച്ചറൊക്കെ ഒരുപാട് പ്രിപ്പയർ ചെയ്ത്, ഷീ ടീച്ചറൊക്കെ റിസർച്ച് ചെയ്ത് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഏത് രീതിയിലും എത്രയും നമുക്ക് വലുതാകാൻ പറ്റും, എത്ര എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് സാർ ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞത്, കാണാൻ കഴിഞ്ഞത്. എന്തായാലും സാബു സാറിന് ഒരുപാട് നന്ദി, മോഹൻദാസ് സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ ഓഫ് യു സർ. താമസിച്ചു വന്നാൽ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് മനസ്സിലായില്ലേ? ഇന്ന് തൃക്കാർത്തിക കൂടിയാണ് സാറ്. ഇനി തമിഴ് കൂടി ഞങ്ങള് ട്രൈ ചെയ്യും. തമിഴും കൂടി ഞങ്ങൾ ട്രൈ ചെയ്ത് പ്രിപ്പയർ ആക്കി വെക്കും. മോഹൻദാസ് സാർ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ആ ഫസ്റ്റിൽ തന്നെ അനുഭവപ്പെട്ടു സാറേ. ജോഷ് സാറിന് എപ്പോഴും ജോഷ് സാറിന് നന്ദി പറയാൻ വിട്ടുപോ സാറ്. സോറി സാറാണ് ഞങ്ങളുടെ ഗുരു. സാറ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ട് ആണ് ഞങ്ങൾക്ക് ഇത് പറയാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടായി വന്നത്. തീർച്ചയായും ജോഷ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സർ. ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ. ഞാന് എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ മാംസം കഴിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് വീട്ടിൽ അപൂർവമായിട്ട് മത്സ്യം മേടിക്കാറുണ്ട്. അത്
അതും ഇത് അടുത്ത കാലത്തായിട്ട് അതും നിർത്തി. കഴിഞ്ഞ 2022 മുതൽ മുട്ടയും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഓൺലി സസ്യപരമായിട്ടാണ്. വീട്ടുകാർക്ക് ഇത്ര ആണ്, എന്നാലും എൻ്റെ ഇതിലേക്ക് ഞാനത് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറിക്കേ. ഞങ്ങളുടെ അടുത്ത അച്ഛൻ്റെ ആഴ്ചത്തിലുള്ളത് അമ്മയുടെയൊക്കെ കുഴപ്പമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മുടെ ഇനി കുഴപ്പമെന്ന് പറയാൻ സാഹചര്യച്ചത് പറ്റില്ല. ഇല്ലല്ലോ. അടുത്ത ആഴ്ചയിലെ ചാപ്റ്റർ 27 തപസ്സാണ്. തപസ്. തപം എന്ന തപസ്, അതായത് മനോനിയന്ത്രണങ്ങളുടെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക, മിതാഹാരം ശീലിക്കുക, സ്വന്തം ശരീരത്തിന് ഉണ്ടാവുന്ന അസുഖങ്ങളും അസ്വസ്ഥതകളും നിശബ്ദം സഹിക്കുക, മറ്റു ജീവജാലങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കുക, മഞ്ഞും മഴയും വെയിലും എല്ലാം സഹിക്കാനും ഊണും ഉറക്കവും കുറയ്ക്കാനും ദേവപൂജയ്ക്ക് സ്വയം സമർപ്പിക്കാനും തയ്യാറാവുക. ഇതൊക്കെയാണ് തപസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇംഗ്ലീഷ് എന്നാ പറയുക സാറേ? ഇംഗ്ലീഷ് പെനൻസ്, PENANCE, പെനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ഒരു ഇതില്ല. എൻ്റെ റോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ തമിഴ് ഒന്ന് പറഞ്ഞു പോകുന്നു, തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ 10ൽ പഠിക്കുമ്പോൾ ഉണ്ട്, സുഭാഷ് ചന്ദ്ര ബോസാണ്, മറ്റേ ജഗദീഷ് ചന്ദ്രശേഖര ബോസാണ് അദ്ദേഹം ഈ പറഞ്ഞ സസ്യജാലങ്ങൾക്കെല്ലാം ജീവനുണ്ട്, അവയെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അത് പ്രതികരിക്കും എന്നൊക്കെയുണ്ട്. റിസർച്ച് പഠിച്ച നോവൽ ഉണ്ട്, അതും മാഡം ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും വളരെയധികം ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. ഒന്നിനും ഒരു ഇതുമില്ലാതെ ആ ചാപ്റ്ററിനെ വളരെ ധന്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉഷ മാഡം, ശ്രീകുമാരി മാഡം, ജോർജ് സാറ്, ഓമന മാഡം, പിന്നെ അവസാനം വന്ന നമ്മുടെ ഉലകണ്ണൻ സാറ്, റോയ് സാറ്, ഇവരെല്ലാം എന്താ പറഞ്ഞാൽ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അത് കാരണം ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് മാറുന്നുണ്ട്. അത് ഇനി എല്ലാവരും ഓരോരുത്തരും കൂടി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് വ്യാപിച്ചു പോകും. സന്തോഷം. അടുത്ത പ്രാവശ്യം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ റോയ് സാറും കൂടെ വരും. പിന്നെ നമ്മളുടെ ഡിവിഷൻസ് ഒക്കെ കറക്റ്റ് ആയി. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും അതിൻ്റെ അകത്ത് ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അത് അല്ലേ, നമ്മുടെ വർക്ക് വളരെ മനോഹരമായി, അല്ലെ, മൈൻഡ്ഫുൾ, ജോർജ് സാർ പറഞ്ഞ പോലെ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കവർ ചെയ്തു വന്നു. വെരി ഗുഡ്, താങ്ക് യു. എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട് സാറേ. സാബു സാറിന്റെ തമിഴ് വായനയാണ് നമുക്ക് പ്രചോദനം. തമിഴ് എല്ലാവരും നമ്മൾ വായിക്കണം. ഞാൻ പറയുന്നത് തമിഴ് എല്ലാവരും വായിക്കണം. എൻ്റെ ഒരു അഭിപ്രായം. തമിഴ് നല്ല ഭാഷയാണ്. തമിഴ് സ്റ്റാർട്ട് ചെയ്ത്, കാരണം തമിഴൊക്കെ ഇപ്പൊ ഇച്ചിരി നമുക്ക് പറയാൻ ആയി. ആദ്യത്തെ ഒരു വരി മോഹൻദാസ് സാറിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ സാറ് പറയുന്നത്. അല്ല, ഇപ്പൊ തമിഴ് വായിക്കുമ്പോ തന്നെ ഏകദേശം അർത്ഥം മനസ്സിലാകുന്നുണ്ട് സാറേ. അത് എന്നാ പഴയ തമിഴായത് അല്ലേ സാറേ? ഷീല മാഡം, ഞാൻ അസ്സലാമു അലൈക്കും പറഞ്ഞത് ശരിയായോ? കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ്. എന്തായാലും കടത്തി വെട്ടി ഇന്ന് ഓമന മാഡം. ഞാൻ വിചാരിച്ച ഒരൊറ്റ കുരലും കൊണ്ട് അങ്ങ് പോവായിരിക്കും. അതെ അതെ അതെ, മിക്കവാറും ഇന്ന് തീരുമെന്നാ ഞാനും ഓർത്തത്. കാര്യമെല്ലാം കുറച്ചുകൂടെയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് പറയാൻ ഒരുപാടുണ്ട്. വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ നമുക്ക് ടൈം ലിമിറ്റും ഉണ്ടല്ലോ, അതുകൊണ്ട് മാക്സിമം ഒരു ആശയത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് മാക്സിമം ചുരുക്കി പറയാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത് സാറ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മള് അതിന് വേണ്ടി കുറച്ച് മതി, ഒത്തിരി തീർച്ചയായിട്ടും ഇതെല്ലാം എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്, എഴുതി നോട്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞില്ല, ഇതൊരു കണ്ടന്റ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചോളൂ. ഈ കണ്ടന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണമെങ്കിൽ മോഹൻദാസ് സാറിന്റെ കൂടെ നമുക്കും അതിന്റെ ഒരു ബുക്കിന്റെ തീർച്ചയായിട്ടും മാറാം. അല്ല, നമുക്കൊരു ബുക്ക് ഇത് നമുക്ക് പറ്റുമെങ്കിൽ ഇത് നമുക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സാറിന് ഒരു റിക്വസ്റ്റ് കൂടി, ഞാനത് പറ്റുമെങ്കിൽ ഞങ്ങളത് ഇടയ്ക്ക് വെച്ചിട്ടാണ്, ഏകദേശം 40-ലൊക്കെ ആയിരുന്നു, 24-ാം അധ്യായമൊക്കെ ആയപ്പോഴാണ് ഞാൻ ഷീൽ ടീച്ചറൊക്കെ ജോയിൻ ചെയ്തത്. അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ മുതൽ ഓരോ കുറള് ഓരോ ദിവസം ഓക്കെ അത് ഞങ്ങൾ കാണാറുണ്ട് ഇടയ്ക്ക്. അത് വളരെ നല്ലതായിരിക്കും എക്സ്പ്ലനേഷനെ. പിന്നെ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് നമുക്കത് ഓരോ ദിവസം ഒരു വോയിസ് ആക്കി നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ അനുവദിക്കുമെങ്കിൽ ഞാനത് ചെയ്യാം. 500-ലധികം പേജ് ഉണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ബുക്കിൽ. 500 പേജിൽ അതിനെ നമ്മളുടെ ബുക്ക് വരുമ്പോ നമ്മളിലേക്ക് ലിമിറ്റ് ചെയ്തിട്ട് നമ്മളുടേതായ പ്രസന്റ് ചെയ്യാൻ നോക്കി. ബുക്ക് ജസ്റ്റ് 700 പേജാണ്. നമ്മളുടേതായ ഭാഷയിലേക്ക് അതിനെ മോഡിഫൈ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു മാനിപ്പുലേഷൻ നമ്മൾ വരുത്തണം. അതാണ് നമ്മൾ നമ്മുടെ ബുക്കിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ബുക്കൊക്കെ എഴുതുമ്പോൾ നമ്മളിങ്ങനെ വർഷങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം കൂട്ടി ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മുടേതായ ഭാഷയിൽ തന്നെ എഴുതി വെച്ചിട്ടാണ് അത് ബുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എളുപ്പമുണ്ട് ചെയ്യാൻ.
ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ബുക്കായിട്ട് തന്നെ തിരിച്ചു വരും. ശരി. ഓക്കെ, അപ്പൊ ഒന്ന് നമുക്ക് ഓപ്പ- വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ക്ലാസ് പോപ്പന മാഡം ആ പോപ്പിന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ പറഞ്ഞു 1596 പോപ്പിന്റെ ഇംഗ്ലീഷ് നല്ല ട്രാൻസ്ലേഷൻ ആണ്. എന്റെ ഉണ്ട് ഒരു ബുക്ക് ഞാൻ ലൈബ്രറിയിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അല്ല ഇതാണ് ആദ്യം വളരെ ട്രാൻസ്ലേറ്റ് ചെയ്തത് അങ്ങനെയാണ്, പിന്നെ അങ്ങനെയാണ്. ക്രിസ്ത്യൻ മിഷണറിയാണ്. അതെ. 40 കൊല്ലം അങ്ങനെ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ തമിഴ്നാട്ടിലാണ്. ക്ലാസ് അതെ. ആ ഓക്കെ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. Thank you all of you, sir. Thank Thank you, you sir. so much. Thank you. നിങ്ങൾ